കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ കയറി IT ജീവനക്കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർ മധുരയിലാണ് പിടിയിലായത്. കഴക്കൂട്ടം പോലീസാണ് പ്രതിയെ പിടികൂടിയത്. MS വീണ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വീണ, എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? ദേവിക, വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇത്തരത്തിൽ IT ജീവനക്കാരിക്ക് ഈ ഒരു അതിക്രമം നേരിടേണ്ടി വന്നത്. പുലർച്ചെ ഹോസ്റ്റൽ മുറിയിൽ, അത് വീടിനോട് ചേർന്നുള്ളൊരു ഹോസ്റ്റലാണ്, ആ ഹോസ്റ്റൽ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. പെൺകുട്ടിയെ അതിക്രമിച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് ഇയാൾ ഇത്തരത്തിലുള്ളൊരു അതിക്രമം ഈ ഒരു പെൺകുട്ടിയോട് നടത്തിയത്. എന്നാൽ ഈ കുട്ടി ബഹളം വെച്ചതിനെ തുടർന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. തുടർന്ന് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത്. പ്രതിയെ ഇപ്പോൾ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തമിഴ്നാട് മധുര സ്വദേശിയാണ് ഇയാൾ. ലോറി ഡ്രൈവറാണ്. ഈ കേരളത്തിൽ ലോറിയിൽ ചരക്കുമായി എത്തുകയും കഴക്കൂട്ടത്തെത്തുകയും കഴക്കൂട്ടത്ത് വെച്ച് ഇത്തരത്തിൽ ഈ ഒരു പെൺകുട്ടിയെ അതിക്രമിച്ചു എന്നുമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിടുന്നില്ല. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഈ ഒരു സംഭവം നടന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസത്തോടുകൂടിയാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, എത്തരത്തിലാണ് ഇയാൾ എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ ഹോസ്റ്റലിൽ എത്തിയത്, എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇയാൾ കടന്നു എന്നുള്ള വിവരങ്ങളടക്കം അന്വേഷണ സംഘം ഇനി വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട് അതിക്രമിച്ച് കയറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി, കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ, CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക.